ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മട്ടൻ ബോട്ടി ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ, അഥവാ ആട്ടിൻകുടൽ ഫ്രൈ. അപ്പോൾ ആട്ടിൻകുടലൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കുറച്ചങ്ങ് ബുദ്ധിമുട്ടിയാലും റെഡിയായാൽ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബോട്ടിക്ക് ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ലാണല്ലോ, അപ്പോൾ അത് പോകാനുള്ളൊരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോഗ്രാം ആട്ടിൻകുടലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ മസാല ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ ആട്ടിൻകുടൽ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള നമ്മുടെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് കറക്റ്റായിട്ടുള്ളൊരു എരിവാണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ വെള്ളമില്ലാതെയാണിത് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് സ്റ്റവിലേക്ക് വെക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് 4 വിസിൽ വന്നപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റാം. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. ഇനി 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടി ഫ്രൈക്ക് നല്ലൊരു പ്രത്യേക ഒരു മണം രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 150 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ആട്ടിൻകുടലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. നമ്മുടെ ആട്ടിൻകുടലിൻ്റെ ബാഡ് സ്മെല്ല് പോകുന്നതിന് വേണ്ടി ചൂടുവെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുത്ത് അതിൽ ഈ ആട്ടിൻകുടൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ചെറിയുള്ളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ബോട്ടി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നല്ല ഒരു ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. ബൈ.